ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്ന് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഉള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിപ്പോയി. പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ 2 ദിവസവും കൂടി ഒരുമിച്ചാക്കിയിട്ട് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 70ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മക്കളെ സ്കൂളിലാക്കിയിട്ട് തിരിച്ച് വരികയാണ്. ഇപ്പോൾ രാവിലെ വന്ന് എല്ലാ ദിവസവും ഞാനിപ്പോൾ മക്കളെ കൊണ്ടാക്കാൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ. സൂചി ഉണ്ടെങ്കിൽ കൂടി ഞാൻ അത് വെറുതെ കാറിൽ കയറി ഇരിക്കുന്നത് ഇപ്പോൾ ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ വരുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി വരിക, അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോൾ ഒരു സ്ഥിരം ശീലമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ അങ്ങനെ ആർക്കും, എനിക്കാണ് പിന്നെയും കറിയൊക്കെ, പുട്ടിന് കറി വേണം എന്നൊക്കെ ഉള്ള ഒരു ശീലമുള്ളത് കേട്ടോ. അല്ലേ പിന്നെ മക്കള് വേണം. ഇപ്പം മക്കളും ഇല്ല, പിന്നെ ഞാനും കഴിക്കലില്ലല്ലോ. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ സുജിക്കായാലും മമ്മിക്കായാലും ഒക്കെ പഴം മതി. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞാൻ ചെറുപഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ വീട്ടിലേക്ക് പപ്പടവും, പിന്നെ ഞാൻ അവിടുന്ന് എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ അവിടെ നല്ല മാങ്ങ കണ്ടപ്പോൾ കൊതിയായിട്ട് 2-3 മാങ്ങയും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം തന്നെ അങ്ങനെയാണ്. വേറൊരു കാര്യത്തിനായിരിക്കും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങുക, പക്ഷേ അത് മാത്രമായിട്ട് വാങ്ങിയിട്ട് വരാൻ എന്താണെന്നറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് വരും. അപ്പോൾ ഇതാ സുജി നല്ല പഴവും പഞ്ചസാരയൊക്കെ കൂട്ടി പുട്ട് കഴിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ അതിനോട് വലിയൊരു താല്പര്യമില്ലേ. അപ്പോൾ ഞാൻ എന്താ എഗ്ഗൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, എഗ്ഗ് മാറ്റണോ, നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിച്ചോന്ന്. അപ്പോൾ എല്ലാവരും എഗ്ഗ് മാറ്റണ്ട, അത് നല്ലതാണെന്ന് എല്ലാവരും റിപ്ലൈ തന്നെ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുത്തിട്ടുമില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വന്നതാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറി കുറച്ച് വലിയ കമ്മലൊക്കെ ഇട്ട് വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വലിയ കമ്മലൊക്കെ ഇട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഹസനമാണ് കേട്ടോ, ഇങ്ങനെ കമ്മല കാട്ടിയിരിക്കണത്. ആരും മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രഹസനം അവിടെ നിർത്തിക്കോളൂ കേട്ടോ. അങ്ങനെ മക്കളൊക്കെ പിക്ക് ചെയ്ത് തിരിച്ച് വന്നപ്പോൾ ഒന്ന് സുജി, ഒന്നാമത് ഞാൻ അധികം വീഡിയോ എടുക്കാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ സുജി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സുജിക്ക് ചെറുതായിട്ടൊരു പനിയും ജലദോഷം ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊന്ന് സ്കൂളിൽ പോയി വന്നപ്പോഴത്തേന് സുജി ഇവിടെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി മധുരമൊക്കെ ആയിട്ട്. ഞാനുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വന്നപ്പോഴത്തിന് കുറേ മൈസൂർ പാക്ക്, മിൽക്ക് പേട, 2 തരം മൈസൂർ പാക്ക്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മക്കളും വന്ന് അൺബോക്സ് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ സുജിനോട് പറഞ്ഞു, എന്തിനാ സുജി ഇതൊക്കെ വാങ്ങിക്കൊട്ടിച്ചിട്ട്. സുജി ഭയങ്കര മധുരപ്രിയനാണ്. പക്ഷേ ഇത് ഒറ്റയെടുപ്പിനും തിന്നൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ പതുക്കെ തിന്നുള്ളൂ. ഇവിടെ മമ്മിക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷെ മമ്മിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അങ്ങനെ തിന്നൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ മിൽക്ക് പേടൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അതൊന്നും കഴിച്ചിട്ടില്ല. ഇത് ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ സുജിനെ കുറേ ചീത്ത പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെയൊക്കെ വാങ്ങിക്കൂട്ടി വെച്ചിട്ടുള്ളത് പറഞ്ഞിട്ട്. പിന്നെ ഇതാ ഈവനിങ് ഒരു 6 മണിയൊക്കെ ആ ടൈമിലായപ്പോൾ സുജി ഒരു കോഫി ഉണ്ടാക്കി തരുമോ, എനിക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊതിയാവണമെന്ന് പറഞ്ഞിട്ട് സുജി ഇതാ ഈ കല്ലുമക്കായ, പിന്നെ എന്താ ചിക്കൻ്റെ അങ്ങനെ ചിക്കൻ്റെ എന്തൊരു കോലുമ കുത്തിയിട്ട് എന്തോ പൊരിച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ റാപ്പ് ചെയ്തിട്ടുള്ള എന്തോ സംഭവമാണ്. പിന്നെ ഇത് ക്രാബിൻ്റെ എന്തോ ഒരു ഉണ്ടയാണ് കേട്ടോ. അതൊക്കെ വാങ്ങിയിട്ട് ഒന്നും കുറച്ച് വാങ്ങാൻ അറിയില്ല കേട്ടോ എൻ്റെ പൊന്നുമോന്. അപ്പോൾ അതൊക്കെ കുറേ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സുജിക്ക് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ബാക്കി കുറച്ച് പാലുണ്ടായിരുന്നേ, ആ പാല് പഞ്ചസാര ഇടാണ്ട് ഞാനും കുറച്ച് കുടിച്ചു. ബാക്കി ആദ്യത്തെ ഒരു കല്ലുമക്കായ പൊരിച്ചത്, ഒരു ക്രാബ്, ഒരു ചിക്കൻ, അതൊക്കെ ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കൾക്ക് കുറച്ച് ചോറ് കൊടുത്തതിൽ 1-2 ഉരുള ഞാനും കഴിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ സുജിൻ്റെ 1-2 ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സുജിക്ക് പുറത്തൊന്നും പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. എന്താ പറയുക, ഏതായാലും അങ്ങനെ സുജി ഉള്ളതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് അങ്ങനെയൊന്നും വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. സുജി ഒന്നും ചെയ്തതല്ല, ഞാനും കുറച്ച് ബിസി ആയിപ്പോയി, അതാണ് കേട്ടോ. അപ്പോൾ ഇതാ പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ 71ാമത്തെ ദിവസമാണ്. മക്കൾക്ക് സ്കൂളിലുള്ള ദിവസം തന്നെയാണ്. രാവിലെ തന്നെ ടോട്ടോനെ ഇങ്ങ് തുറന്നു വിടാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പ്രോപ്പറായിട്ട് മക്കളെ പറഞ്ഞു വിടുന്നതും രാവിലെ മക്കൾക്ക് ഫുഡ് കൊടുക്കണം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം രാവിലെ തന്നെ മക്കൾ ഫുള്ള് ഷെഡിപ്പുറത്താണ് കേട്ടോ നടക്കുക. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റില്ല. കാരണം ഇവർ യൂണിഫോമും ഫുൾ വൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിലൊന്നും ഫുഡ് കഴിക്കുമ്പോൾ എന്താ പറയുക, ഡ്രസ്സ് പ്രോപ്പറായിട്ട്
കൊടുത്ത് ഫുഡ് കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം ഇവർ കഴിക്കുമ്പോൾ എങ്ങനെയായാലും മേലിലാകും. അപ്പോൾ ഇവരങ്ങനെ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടൊന്നും അല്ല കേട്ടോ വീട്ടിൽ നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനാവുമ്പോൾ അപ്പോഴാണ് കേട്ടോ എടിപിടിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് യൂണിഫോമൊക്കെ മാറ്റി എല്ലാം റെഡി ആവുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ യൂണിഫോം ഇതാണ്. ഇന്നാണെങ്കിൽ ലേറ്റായും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റെയിനുവിൻ്റെ മുഖം കണ്ടില്ല, ഭയങ്കര ടെൻഷനാണ്. ലേറ്റായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ലേറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. 8:15 എന്നും നല്ല നേരത്തെ ഇറങ്ങും. ഒരു 8 മണിയാകുമ്പോഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ എത്തും. എല്ലാവരും എത്തുമ്പോഴേക്കും എത്തും. അപ്പോൾ ഇന്ന് അതിന് അത്ര നേരത്തെ അല്ല എന്നുള്ളൂ. അതായത് ലേറ്റ് ആയിട്ടില്ല, പക്ഷെ അത്ര നേരത്തെ അല്ല എന്നുള്ളൂ. പക്ഷെ അവൻ്റെ മുഖം കണ്ടില്ല, ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ആരും അങ്ങനത്തെ ഒരു ടെൻഷനേ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ റെയിനുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു, ഇതടാ ഇത് നേരത്തെ അല്ല എന്നുള്ളൂ, ലേറ്റ് ആയിട്ടില്ല, നീ ഒന്ന് ടെൻഷൻ അടിക്കാണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒന്ന് സമാധാനിപ്പിച്ച് ഫുള്ള് എന്താ പറയുക, ഭയങ്കര ടെൻഷൻ്റെ ആളാണ് കേട്ടോ. എന്തൊരു ടെൻഷനാണോ, എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിലും ചെയ്യാതെ ഉണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഈ ടെൻഷനുള്ള കുറച്ചൊരു സമാധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് വെക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തലേന്ന് തന്നെ ഓൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. അതൊരു നല്ല കാര്യമാണല്ലോ അല്ലേ. ഇതാ തിരിച്ചു വരുമ്പോൾ എൻ്റെ അക്രമം കണ്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഓർ ദോശയാണ് കേട്ടോ. അതിനുള്ള ദോശമാവ് വാങ്ങാൻ വേണ്ടിയിട്ട് കാറിൽ കുടയൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും എടുക്കാണ്ട് ഓട്ടോ ഓടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ദോശമാവ് വാങ്ങാൻ ഓടിക്കയറിയതാണ് കേട്ടോ. എന്നോട് സുജി പറഞ്ഞ കുടയൊക്കെ എടുത്തോന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ മഴ നനയാനൊരു കൊതി. അപ്പോൾ ആ മഴ നനഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു മനസ്സുഖം. കുട എടുക്കാനുള്ള ഒരു മടിയെന്നും പറയാം, മഴ നനയാനുള്ളൊരു കൊതിയെന്നും പറയാം. അപ്പോൾ അത് ഒരു ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇഡ്ഡലി ദോശ ഇതൊക്കെ ഭയങ്കര കൊതിയാണ് കേട്ടോ. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ഇന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ എനിക്ക് ഈ ഇഡ്ഡലി ദോശ എന്നൊക്കെ പറയണത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ, ബാക്കിയുള്ളതിനെ പോലെ ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അപ്പോൾ നല്ല സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഇഡ്ഡലി അങ്ങോട്ട് കഴിച്ച് എൻ്റെ ഒരു ആഗ്രഹം അങ്ങോട്ട് തീർക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അല്ലാണ്ട് മുട്ട ഒഴിവാക്കിയതല്ല കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെ ഫുഡ് കുറച്ചതുകൊണ്ട് എനിക്ക് ഇഡ്ഡലിൻ്റെ ഒപ്പം തന്നെ എനിക്ക് മുട്ടയും കൂടി കുത്തിക്കയറ്റാനുള്ളൊരു സ്പേസ് എൻ്റെ വയറിൽ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു നേരത്ത് മുട്ട കഴിക്കാം എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചതായിരുന്നു. പക്ഷെ എനിക്ക് അത് കഴിക്കാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇന്നത്തെ ദിവസം ഒന്നും മുട്ട കഴിച്ചിട്ടില്ല. പിന്നെ അതാ ഒരു 12 മണി 1 മണി ആ ഒരു ടൈമിൽ എപ്പോഴാണ് ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാങ്ങ കണ്ടപ്പോൾ കൊതിച്ച് വാങ്ങി എന്നൊക്കെ പറഞ്ഞില്ലേ, ആ മാങ്ങയാണ് കേട്ടോ. ഒരു മാങ്ങ ചെത്തിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ബെഡിൽ കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ടൈമുണ്ട് കേട്ടോ. എന്താ പറയുക, ആ ടൈം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈമാണ്. ബെഡിലിങ്ങനെ വെറുതെ മടി പിടിച്ച് കിടന്ന് ഒന്നെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ഒക്കെ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഫോണും കണ്ട് റീൽസും കണ്ട് ഷോർട്സും കണ്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ടൈമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട, എൻ്റെ വീട്ടിൽ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ബെഡാണ് കേട്ടോ. ആ ബെഡിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സുജി കണ്ട എന്നെ ചീത്ത പറയും കേട്ടോ. സുജി ഇല്ലാത്ത ടൈമിലാണ് ഞാൻ കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതാ സുജി വന്നത് കേട്ടോ. സുജിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒട്ടും ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇന്ന് ഓഫീസിലൊന്ന് പോയതാ. അപ്പോൾ തീരെ വയ്യായിട്ട് തലയൊക്കെ വേദനിച്ച് ചെറുതായിട്ടൊരു പനിയുണ്ട്. അപ്പോൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഒരു സ്നാക്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. സുജി ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മധുരപ്രിയനും ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് സ്നാക്സൊക്കെ കഴിക്കുന്ന ആളാണ്. പക്ഷേ ഈ മൊത്തത്തിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ച് TV ഒക്കെ കാണുമ്പോൾ ഇച്ചിരി കഴിക്കും. പിന്നെ ബാക്കി ഈ വീട്ടിലുള്ളവരാട്ടോ ബാക്കി തിന്നുക. പിന്നെ ഇവിടെ നിറയെ ഗസ്റ്റ് വരും. അപ്പോൾ ഇതെങ്ങനെയായാലും തീരും. സുജി മൊത്തത്തിൽ ഇരുന്ന് തിന്നുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സുജി വാങ്ങിക്കൊണ്ടുവരാൻ ആൾ ഉഷാറാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഞാനങ്ങനെ ഓരോ കുപ്പിയിലൊക്കെ ഇട്ട് മൊത്തത്തിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ വലിയ ഡബ്ബയിൽ വെച്ചു. പിന്നെ സുജിക്ക് ഓരോന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഓരോരോ കുപ്പിയിൽ വെച്ചിട്ട് സുജിക്കൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടാണ് ഞാൻ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾക്ക് വന്നതാണ് കേട്ടോ.
അപ്പോൾ പിന്നെ ഞാൻ സ്കൂളിൽ ഞാൻ കുറച്ച് നേരത്തെ എത്തും. എനിക്ക് പാർക്കിംഗ് ഒക്കെ നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ എത്തും കേട്ടോ. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് ഞാൻ താത്താനോട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഓരോന്ന് ഇങ്ങനെ എന്താ പറയുക, ഓരോരുത്തർ കുറ്റവും കുറവും ഒക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനുണ്ടാകും. ഞങ്ങൾക്ക് എന്താ പറയുക, ഓരോരുത്തരുടെ ഡ്രസ്സിനെ കുറിച്ചും ഓരോരുത്തരെ ഇങ്ങനെ ഓരോന്ന് പറയാനുണ്ടാകും. എൻ്റെ കമ്മൽ കണ്ടോ, എനിക്ക് ഭാവി തന്ന കമ്മലാണ് കേട്ടോ. ഞങ്ങളന്ന് ബാംഗ്ലൂരിൽ പോയ സമയത്ത് എനിക്ക് ഭാവി തന്ന കമ്മലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വരെ ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിതാ ഒരു ഈവനിങ് ആയപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ കഴിക്കണത്. എന്ത് ഈ വെള്ളക്കടലല്ലേ, വെള്ളക്കടല അതിങ്ങനെ ജസ്റ്റ് പുഴുങ്ങിയിട്ട് എനിക്ക് സ്നാക്സ് പോലെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണിന്ന് കഴിക്കുന്നത്. അതും ഞാൻ പറഞ്ഞില്ലേ, ഈ ബെഡിലിരുന്ന് കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറും കറികളും അങ്ങനെയൊക്കെ അല്ല കേട്ടോ ഞാൻ ബെഡിലിരുന്ന് കഴിക്കാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പൂൺ കൊണ്ടുള്ള ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ നടന്ന് എനിക്ക് തിന്നുക. ബെഡിലൊക്കെ കൊണ്ടുവരുന്ന നമ്മൾ ഈ ഫോൺ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കിടന്ന് ഫോണും കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്ന് തിന്നാനൊക്കെ നമ്മൾ റിലാക്സായിട്ട് ഉള്ള സംഭവങ്ങളുണ്ടല്ലോ. അത് എനിക്ക് റിലാക്സ് ചെയ്യാൻ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഈ സോഫയോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് സ്വന്തം റൂമും സ്വന്തം ബെഡുമാണ്. അതുകൊണ്ട് അവിടെ ഇരുന്ന് കണ്ട് കുറച്ച് റിലാക്സായിട്ട് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നത്, സ്നാക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ റൂമിൽ തന്നെ കുറേ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കും. റൂമിൽ തന്നെ കുറച്ച് ഇങ്ങനത്തെ കീറ്റോ ചെയ്യുന്ന സമയത്ത് റൂമിൽ കടലയും എന്താ പറയുക ബദാംസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സുജിക്ക് അറിയാം ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ക്രേവിങ്സ് വരുമ്പോൾ തിന്നാനുള്ളതാണ് ഈ കടലയും ബദാമും ഒക്കെ കൊണ്ടുവയ്ക്കണത് എന്നുള്ളതുകൊണ്ട് സുജി അധികം ഒന്നും പറയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ക്രേവിങ്സ് വരുമ്പോൾ സുജി തന്നെ എനിക്ക് കൊണ്ടുവച്ച് തരും ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഇതാ പിന്നെ രാത്രിക്കത്തെ ഭക്ഷണമാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം മക്കള് പൊളിക്കാനുള്ള ദിവസമാണല്ലോ. ഇത്രയും ദിവസത്തെ സ്കൂളിൽ പോക്കും വരവും ഒക്കെ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച പൊള്ളി ദിവസമാണല്ലോ. അപ്പോൾ ഷവർമ്മ വേണമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ എല്ലാവർക്കും ഷവർമ്മ വാങ്ങാൻ കേട്ടോ. 4 ഷവർമ്മയും പിന്നെ എനിക്ക് ജ്യൂസൊന്നും വാങ്ങിയില്ല. മധുരം നമ്മൾ ബഹിഷ്കരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഷവർമ്മ കഴിക്കുന്നുണ്ട്. അപ്പോൾ സുജിക്ക് ജ്യൂസൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് 2 ജ്യൂസ്, ഒരാൾക്ക് ചിക്കു ഷേക്കും വാങ്ങി, ഒരാൾക്ക് ബ്ലൂ ഒരു ലൈമ് പോലത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് വാങ്ങിട്ടോ. ഇത് മറ്റേ ഫുൾ മീറ്റ് ഷവർമ്മയാണ്. ഇവിടെ ഏതോ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ, അൽത്താസ് അങ്ങനെ എന്തോ ഒരു ഹോട്ടലിനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ഷവർമ്മയായിരുന്നു കേട്ടോ, ഫുൾ മീറ്റ് ഷവർമ്മയായിരുന്നു. അങ്ങനെ ഞാനത് ഫുള്ള് കഴിച്ചോന്ന് ചോദിച്ചാൽ സത്യം പറയാലോ, എനിക്കത് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് കഴിച്ചില്ല, ബാക്കി മക്കളാണ് കഴിച്ചത്. എനിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു പിന്നെ ഒരു കുറച്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു. 3/4 പറയാൻ പറ്റില്ല, കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഹാഫും കുറച്ചും അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി മക്കൾ 2 കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതെന്താണ് ഈ വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള എല്ലാവരും കുറച്ച് വണ്ടിപ്രാന്തന്മാരാണെന്ന് അറിയാലോ അല്ലേ. ഇവിടെ പിന്നെയും കുറച്ച് വണ്ടീനായിട്ട് വലിയ ബന്ധമില്ലാത്ത ഞാൻ മാത്രമേ ഇരിക്കും. അപ്പോൾ സുജിൻ്റെ അടുത്ത് കുറേ മുമ്പ് മുതലേ ഉള്ള വണ്ടിയാണ് ഇട്ടത്. വൈറ്റ് ആയിരുന്നു അംബാസഡർ. സുജിക്ക് ഇങ്ങനെ കുറച്ച് പണ്ട് വിൻറ്റേജ് കളക്ഷൻ വണ്ടികളോട് കുറച്ച് പ്രാന്താണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ കളറൊക്കെ മാറ്റി, വൈറ്റ് ആയിരുന്നു വണ്ടി, ബ്ലൂ ഒക്കെ ആക്കി കുറച്ച് പഴയ മോഡൽ വണ്ടികളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണമല്ലോ. അങ്ങനെ അതിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വണ്ടി സെറ്റപ്പ് കുട്ടപ്പനാക്കി കൊണ്ടുവരുന്ന വരവാണ് കേട്ടോ ഈ വരുന്നത്. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് സുജിയും മക്കളും എല്ലാവരും ഉള്ളത്. അപ്പം എനിക്ക് വലിയ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടും എനിക്കിത് വലിയ സംഭവം അല്ലാത്തതുകൊണ്ടും ഞാനിതിങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം, അവരെ സന്തോഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ. മക്കളും ഒക്കെ അങ്ങനെ ഫുള്ള് സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുന്നുണ്ട്. വണ്ടിപ്രാന്ത് പറഞ്ഞത് വേറെ തരം പ്രാന്ത് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചീറ്റ് ആയിരുന്നല്ലോ അല്ലേ. ഞാൻ എന്താ പറയുക, ഷവർമ്മയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് കഴിച്ചില്ലെങ്കിലും അത് അത്യാവശ്യം കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എനിക്കൊരു ചീറ്റ് ആയി തന്നെ പറയാം. പിന്നെ മാംഗോ ആയാലും ഒക്കെ
ഒക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ എന്താവുമെന്ന് അറിയില്ല. ഇന്ന് ഞാൻ വെയിറ്റ് കാണിച്ചിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വലിയ മാറ്റമൊന്നുമില്ല, സ്റ്റെക്കാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകുമ്പോൾ വെയിറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതല്ലേ നല്ലത്. എന്തെങ്കിലുമൊക്കെ ഒരു വെയിറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവുമ്പോൾ ഞാൻ വെയിറ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ